അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖത്മുൽ ഖുർആൻ്റെ 92-ാമത്തെ ക്ലാസ്സാണ്. സൂറത്തു തൗബയുടെ 37-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. വിശുദ്ധ ഖുർആൻ പാരായണം നമുക്ക് മനോഹരമാക്കാം, അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തു തൗബയാണ്. തുടക്കത്തിൽ അഊദു മാത്രം ഓതിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമൻ നസീഉ സിയാദതുൻ ഫിൽ കുഫർ. ഇന്നമാ എന്നാണുള്ളത്. ശബ്ദമുള്ള നൂന് വന്നു, മണിക്കണം. അതിൻ്റെ ശേഷം ഇന്നമാ നീട്ടാനുള്ള ഒരു അലിഫ് വന്നു. അതിന് ശേഷമുള്ളത് ശബ്ദാണ് അല്ലേ, നബി. അതിൻ്റെ ഇടയിൽ ഒരു ഹംസത്തുൽ വസ്ലിന് ചേർത്തി വായിക്കുമ്പോൾ അത് പറയില്ല, ഉച്ചരിക്കൂല. ഒരു ലാമുമുണ്ട്, അലിഫും ലാമുമാണ് അല്ലേ. അപ്പം ലാമിന് സുക്കൂനില്ലാത്തതുകൊണ്ട് അതും ഉച്ചരിക്കൂല. പിന്നെ അടുത്ത ശബ്ദമുള്ള നൂനാണ്. അപ്പം നീട്ടാനുള്ള അക്ഷരം വന്നു. ഇന്നമാ ഇന്നമാ നീട്ടാനുള്ള അക്ഷരം വന്നു. അതിന് ശേഷം സുക്കൂന് അല്ലെങ്കിൽ ഷദ് വന്നാൽ നീട്ടുകയില്ല. അത് എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കി വെക്കുക. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ്ദോ സുക്കൂനോ വന്നാൽ ഇന്നമാന്നസീഉ എന്ന് വായിക്കൂല. ഇന്നമന്നസീഉ സിയാദതുൻ ഫിൽ കുഫർ. അവിടെ ഒരു മദ്ദുണ്ട്. ഇന്നമന്നസീഉ സിയാദതുൻ ഫിൽ കുഫർ يضل به الذين كفروا يحلونه عاما. അവിടെ നിർത്തി. തൻവീൻ ഫത്ത്ഹാണ്. തൻവീൻ ഫത്ത്ഹിനെ നിർത്തേണ്ടത് ആ ഫത്ത്ഹോട് കൂടെ, നീട്ടലോട് കൂടെ. ആമാ യുഹില്ലൂന. അവിടെ ഹായിന് സുക്കൂൻ കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക അല്ലേ, അല്ലാത്തടത്തൊക്കെ എന്ത് ചെയ്യുക, സുക്കൂൻ ചെയ്യുക. യുളല്ലു ബിഹി എന്നുള്ളത് നിർത്തിയപ്പം ബിഹ്. യുളല്ലു ബിഹില്ലദീന കഫറൂ യുഹില്ലൂനഹു ആമാ. ഹു അവിടെ നീട്ടാനുണ്ട്. അത് നീട്ടാനുള്ള സ്ഥലത്ത് ചിഹ്നം ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, നീട്ടാനുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ചിഹ്നമുണ്ടെങ്കിൽ നീട്ടുക. യുഹില്ലൂനഹു ആമാ. യുളല്ലു ബിഹി എന്ന് പറയുന്നത് ബിഹില്ലദീന കഫറൂ യുഹില്ലൂനഹു ആമൻ വയുഹർരിമൂനഹു ആമാ. തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്ത് നിർത്തേണ്ട ഈ രൂപത്തിലാണ്. ആമാ عاما ليواطئوا عدة ما حرم الله ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. ലാ യഹ്ദി എന്നാണുള്ളത്. ലാ യഹ്ദിൽ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഇന്നമൻ നസീഉ സിയാദതുൻ ഫിൽ കുഫർ يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا. കൂട്ടി വയ്ക്കുക. ലക്കും മുൻഫിറൂ
അവിടെ മൂ കഴിഞ്ഞിട്ട് ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിലിൻ്റെ ഹംസയാണ്, അല്ല ചിഹ്നമുണ്ട്. അതെന്താണ്? ചിഹ്നമുള്ളത് ഹംസത്തുൽ വസിലാണ്. അപ്പോൾ അത് ചേർത്തി വായിക്കണം എന്നർത്ഥം. ശേഷമുള്ള നൂനാണ്. നൂനിൻ്റെ ശേഷം ഫ എന്ന ഇഖ്ഫാ ചെയ്യണം. ലകുമുൻഫിറൂ ഫീ സബീലില്ലാഹി ثاقلتم. അവിടെ ഫീ സബീലില്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഹായിന് സുക്കൂൻ കൊടുത്ത് നിർത്തുക. ഫീ സബീലി എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ ഫീ സബീൽ. നീട്ടാനുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? ഇപ്പം ലാമിന് സുക്കൂൻ ചെയ്തു. അപ്പം ലാമിന് സുക്കൂനായ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അപ്പം എന്ത് ചെയ്യണം? അവിടെ നിർത്തുകയാണെങ്കിൽ ഫീ സബീൽ എന്ന് പറയണം. നിർത്തുന്നില്ല എങ്കിൽ പിന്നെ നീട്ടൽ സാധാരണ നീട്ടലേ വരുള്ളൂ. ഫീ സബീലില്ലാഹ് നിർത്തുന്നോർത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഇസ്സഖൽതും അവിടെ നിർത്തിയിട്ട് പിന്നെ ഓതുകയാണെങ്കിൽ ഇസ്സഖൽതും ഇസ്സഖൽതും ഇലൽ അർദ്. അവിടെ നീ നിർത്തുന്നില്ല എങ്കിൽ എങ്ങനെ ഓതാ? ഫീ സബീലില്ലാഹി ഹിസ്സ ഫീ സബീലില്ലാഹി എന്നുള്ള ഫീ സബീലില്ലാഹി ഹിസ്സ ആ ഹംസത്തുൽ വസ്ൽ ഒഴിവായിട്ട് പറയാം. ഫീ സബീലില്ലാഹി ثاقلتم ഇലൽ അർദ് أرضيتم بالحياة الدنيا من الآخرة أرضيتم بالحياة الدنيا من الآخرة أرضيتم മീമിൻ്റെ ശേഷം ബ വന്നു അല്ലേ? മീമിൻ്റെ ശേഷം മീമിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുത്ത് കൂട്ടി എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് വായിക്കണം. മീമിൻ്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കണം, ഇഖ്ഫാ ചെയ്യണം. ബാക്കിയുള്ള മീമിൻ്റെ ശേഷം ബാക്കി 26 അക്ഷരത്തിൽ ഏത് വന്നാലും ഈ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റിലായിട്ട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ആയിട്ട് ചോദിച്ചാൽ മതി. അതല്ല നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ കിട്ടാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ താഴെയുള്ള നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ചെറിയ നിലക്ക് വാട്സപ്പിലൊക്കെ ക്ലാസ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ അയക്കുന്ന ക്ലാസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അറിയാത്തവരും ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു വെച്ചാൽ അയക്കുന്ന വീഡിയോകളൊക്കെ മെസ്സേജായിട്ട് നിങ്ങളെ ഫോണിലേക്ക് വരും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക? അതൊന്ന് ഓണാക്കി വെച്ചാൽ മതി. ഞാൻ അറിയില്ലെങ്കിൽ കുട്ടികളോട് ആരാണെന്ന് ചോദിച്ചാൽ ആ ഫോണിൽ ഓണാക്കി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യും? പലരും ഇപ്പോഴും പിന്നെ ക്ലാസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതിനാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് പിന്നെ നഷ്ടപ്പെടാതെ കിട്ടുകയും അതിന് പുറമെ യൂട്യൂബിൻ്റെ മെസ്സേജൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക? അത് ഓണാക്കി വെച്ചാൽ അതൊക്കെ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. താഴെ നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അറളീതും ബി മീമിന് ശേഷം ഭാവം ഇഖ്ഫാ ചെയ്യണം. അറളീതും ബി ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ എന്താണ്? മറച്ച് മണിക്കുക. അറളീതും ബിൽ ഹയാത്തി എന്ന് പറയുന്നത് അറളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ فما متاع الحياة الدنيا في الآخرة إلا قليل في الآخرة في الآخرة എന്നല്ല في الآخرة എന്നല്ല في لا അങ്ങനെയല്ല. ചിലപ്പോൾ ഓതുമ്പോൾ അങ്ങനെ ആയിപ്പോവും. في الآخرة എന്നല്ല في الآخرة في الآخرة في الآخرة എന്നായപ്പോൾ എന്തായി? ലാ എന്നുള്ളൂടെ ആന്നില്ല. ഇവിടെ ലാ എന്നുള്ള അക്ഷരം ഉണ്ടോ? ഇല്ല. ഫിൽ ലാമിന് സുക്കൂനാണ്. ഫിൽ ഫി എന്നാണുള്ളത്. കൂട്ടി വെക്കുമ്പോൾ ഫിൽ ഫിൽ ആഖിറതി. ആ എന്നെങ്ങനെയാണ് കിട്ടിയത്? ആ ലാമിൻ്റെ ഇടയിലാണ് ഹംസ വന്നത്. അപ്പം എന്ത് ചെയ്യണം? അതിന് ശേഷം ഹംസക്ക് ശേഷമാണ് അലിഫുള്ളത്. അപ്പം ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ
يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما تنبين فتحنا ويستبدل قوما غيركم قوما تنبين ഡബിൾ ഫത്ത് ഡബിൾ കസർ ഡബിൾ എന്നതാണ് തൻവീനാണ്. തൻവീനിൻ്റെ ശേഷം ഹംസ ഐന് റൈന്. നമ്മുടെ ചാർട്ടിലേക്കൊക്കെ നോക്കിയാൽ മതി. ആ ചാർട്ടിൽ എന്തുണ്ടാവും? ഇല്ലാറിൻ്റെ അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാവുന്നത് മനസ്സിലാക്കി വെക്കുക. പറയുന്ന വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഈ നൂനിൻ്റെ നിയമങ്ങളൊക്കെ മനസ്സിലാകത്തുണ്ടെങ്കിൽ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകൾ കേൾക്കാത്ത പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവും. മുമ്പുള്ള തുടക്കം മുതലുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടാൽ മതി. ആ ക്ലാസ്സുകൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി ചോദിച്ചാൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള മറുപടി ലഭിക്കുന്നതാണ്. إلا تنفروا يعذبكم عذابا أليما أبو يستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. ഈ പദം ശ്രദ്ധിക്കണം. ഖദീർ എന്നല്ല, ഖദീർ. റാഇന് സുക്കൂന് മുമ്പ് യാ, അതിന് മുമ്പ് കസ്ർ വന്നാൽ എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين يا കൂട്ടിവെക്ക ثانية അവിടെ യാ ഉണ്ട്. യാ ثاني اثنين സാന്നല്ല, സാനിയ എന്നല്ല, ثاني اثنين إذ هما في الغار. അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാണ്ട് മധ്യ ആരിൽ നിന്നും ഇദ് ഹുമാ ഫിൽ ഗാർ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى كفروا السفلى وكلمة الله هي العليا هي العليا والله عزيز حكيم. എവിടുന്ന് വരാൻ? നമ്മളെ തൊണ്ടയുടെ കഴുത്തിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ്, ആ ഉള്ളിൽ നിന്നാണ് ആ എന്ന് വരുന്നുണ്ട്. ആ ഇ ഓ, ആ ഇ ഓ. എന്നാ അതിന് നേരെ തൊട്ട് മുകളിൽ നിന്നാണ് ഐന് വരുന്നത്. അതിന് നേരെ മുകളിൽ നിന്നാണ്, ഏറ്റവും മുകളിൽ നിന്നാണ് ഐന് വരുന്നത്. ഗൈരിൽ മഗ്ളൂബി അലൈഹിം, ഗൈരിൽ മഗ്ളൂബി എന്ന് പറയുമ്പോൾ മേലെന്ന്, അതിൻ്റെ ശേഷം അലൈഹിം എന്ന് പറയുമ്പോൾ താഴ്ന്നു വരണം. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار
إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لا തൻവീനിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുക്കൂണിൻ്റെ നൂനിൻ്റെ ശേഷമോ ലാമറ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ബിജുനൂദില്ല കൂട്ടി യോജിപ്പിക്കുക, മണിക്കണ്ട. ബിജുനൂദില്ലം തറൗഹ വജഅല കലിമത്തല്ലദീന കഫറുസ്സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ വല്ലാഹു അസീസുൻ ഹകീം. انفروا خفافا وثقالا ഇൻഫിറു അവിടെ ഹംസത്തുൽ വസിലാണ്, തുടക്കമാണ്, ആയത്തിൻ്റെ തുടക്കമാണ്. പ്രത്യേകിച്ച് തുടക്കമാകുമ്പോൾ പിന്നെ അവിടെ ഈന്ന് വായിക്കാൻ പറ്റുമോ ഊന്ന് വായിക്കാൻ പറ്റുമോ? മറ്റേതാണ് ഈ ഇടയിലാണ് നമുക്ക് കൂട്ടി വായിക്കുക. ഇവിടെ പോകുമ്പോൾ എന്ത് ചെയ്യണം? ലേ ഹകീമുനിൻഫിറു എന്ന് വായിക്കാൻ പറ്റുമോ? ആ വായിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൂട്ടി വായിക്കുകയാണെങ്കിൽ വല്ലാഹു അസീസുൻ ഹകീമുനിൻഫിറു ഖിഫാഫ അങ്ങനെ പോതാ കുഴപ്പമില്ല. ആയത്തിൻ്റെ അവസാനമായതുകൊണ്ട് നിർത്തലാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? അവിടെ ഈന്ന് വായിക്കുക, ഊന്ന് വായിക്കുക, ആന്ന് വായിക്കുക. ആന്ന് വായിക്കണമെങ്കിൽ എന്തേ പറ്റുള്ളൂ? അലിഫും ലാമും വരണം. ഇവിടെ അലിഫ് ഉണ്ട്, ലാമില്ല. ഹംസത്തുൽ വസ്ലുണ്ട്, ലാമില്ല. അപ്പം പിന്നെ ആന്ന് വായിക്കാൻ പറ്റില്ല. പിന്നെ ഇനി ഈന്നും ഊന്ന വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? അവസാനത്തെ മുമ്പുള്ള അക്ഷരം എന്നാണ് സാധാരണ അല്ലേ? മൂന്നാമത്തെ അക്ഷരം എന്നൊക്കെ പറയും. എല്ലാത്തിനും സൂട്ടാവില്ല. ഏകദേശം മൂന്നാമത്തെ അക്ഷരമൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ മൂന്നാമത്തെ അക്ഷരം ഫ ആണ്. ഫായിന് കസറോ ഫത്തുഹോ ആണെങ്കിൽ ഈന്നാ കൊടുക്കണ്ടേ, ലൊമ്മാണെങ്കിൽ ഊന്നാ കൊടുക്കണ്ടേ. ഇവിടെ ലൊമ്മില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുക? പിന്നെന്താ അവസാനത്തെ മുമ്പുള്ള അക്ഷരങ്ങളൊക്കെ നോക്കും. അതാണ് അവസാനത്തെ മുമ്പുള്ള അക്ഷരമാണ് എന്ത് ചെയ്യുക? അതിന് അസിലിയായ അക്ഷരം നോക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ റ ആണ് വരിക. റായിൻ്റെ മുമ്പാണ് അവസാനത്തെ അക്ഷരം. ഫായിന് ഫത്തുഹോ കസറോ വന്നാൽ എന്ത് ചെയ്യുക? ഇവിടെ ഈ ഹംസത്തുൽ വസ്ൽ ഈന്നാ കൊടുക്കുക. ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുക്കുക. ഇവിടെ ഫായിന് കസറ ആയതുകൊണ്ട് ഈന്നാ കൊടുക്കണേ. ഇൻഫിറു. നീ അറിയാത്തവരെന്ത് ചെയ്യണ്ട? മനസ്സിലാകാത്ത ഈ വിഷയം മനസ്സിലാകാത്ത എന്ത് ചെയ്യണ്ട? പിന്നെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചാൽ മതി. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണ്ട? അങ്ങനെ വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ കേട്ട് ഓതിയാൽ മതി ഇൻഷാ അല്ലാഹ്. انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون ذلكم خير لكم إن كنتم تعلمون ذلكم خير لكم إن كنتم تعلمون انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون. 42 لو كان عرضا قريبا وسفرا قاصدا ഇവിടെ കഥ ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. അവിടെ തെൻവീനേശം വാവ് വന്നു. നൂന് വാവ് മീമിയാകും. സുക്കൂണുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. അവിടെ മറിച്ച് മണിക്കുക ചെയ്ത അതേപോലെ ഖരീബൻ എന്ന് പറയരുത്. അവിടെ ഇത് ബിഗുന്നയുടെ അക്ഷരമാണ്. ഖരീബൻ വാവാണ് മണിക്കുന്നത്. മറ്റേത് സഫറൻ എന്നുള്ള അവിടെ തെൻവീൻ എന്ത് ചെയ്യുക? മറിച്ച് മണിക്കുന്നുണ്ട്. ഇവിടെ ഖരീബൻ എന്ന് പറയുന്നില്ല, ഖരീബൻ വസഫറ. അത് രണ്ടും വ്യത്യാസമുണ്ട്. വസഫറൻ ഖാസിദല്ല, ഖാസിദല്ല. ഇവിടെ ഇപ്പോൾ രണ്ടുമില്ല.
അവിടെ ഇപ്പോൾ ഒന്ന് എന്നുള്ളിടത്ത് വാവ് പണിച്ചു. ഖാസിദ് എന്നുള്ളിടത്ത് തെൻവീന് അവിടെ ആ തെൻവീനാണ് മറിച്ച് പണിക്കുന്നത്. എന്നാൽ ഖാസിദല്ല ഇവിടെ രണ്ടും ചിന്തയില്ല, നേരെ കൂട്ടി വെപ്പിച്ചിക്കുക. ലാമറ എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിലാവുന്നെയാണ്, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. മണിക്കൊന്നും വേണ്ട. ഖാസിദല്ലത്തബഊക് 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 ലത്ത ലാത്താന്ന് വായിക്കരുത്. അതിൻ്റെ ഇടയിൽ ഹംസത്തുൽ വസ്ൽ വരുന്നിട്ടുണ്ട്. അപ്പം ലാത്താന്ന് വായിക്കരുത്. ഖാസിദല്ലത്തബഊക വലാകിൻ ബഉദത്. നൂനിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്തിലാബാണ് നിയമം. ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരിക. അപ്പോൾ മറിച്ച് മണിക്കുക. വലാകിൻ ബഉദത് അലൈഹിമുശ് ശുഖ്ഖ അലൈഹിമുശ് ശുഖ്ഖത്തു എന്നുള്ളത് താ സുക്കൂൻ കൊടുത്ത സുക്കൂനുള്ള ഹാ ആയിട്ട് മാറണം. ശുഖ്ഖ. وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون لو كان عرضا قريبا وسفرا قاصدا لو كان عرضا قريبا وسفرا قاصدا لاتبعوك. അവിടെ നിർത്തി കാഫിന് സുക്കൂന് തൊട്ടുമ്പോൾ നീട്ടാനുള്ള അക്ഷരമാണ്, നീട്ടുകയും ചെയ്യും. മദ്ദാരിത്. ولكن بعدت عليهم الشقة وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون. 43 عفى الله عنك لما أذنت لهم حتى يتبين لك الذين صدقوا وتعلم الكاذبين. عفى الله عنك لما أذنت لهم حتى يتبين لك الذين صدقوا وتعلم الكاذبين. لا يستأذنك الذين يؤمنون بالله واليوم الآخر. അവിടെ നിർത്തിയപ്പോൾ റാഇന്റെ സുക്കൂന് മുമ്പ് കസ്ർ തർത്തീക്ക് ചെയ്യണം. ആഖിർ ആഖിർ നല്ല ആഖിർ നല്ല ആഖിർ. അയ്യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം. അയ്യു നൂനിന് ശേഷം നൗമി നൂന് വാവ് മീമ് യാ വന്നാൽ എന്ത് ചെയ്യണം? അയ്യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം വല്ലാഹു അലീമും ബിൽമുത്തഖീൻ. لا يستأذنك الذين يؤمنون بالله واليوم الآخر أن يجاهدوا بأموالهم وأنفسهم والله عليم بالمتقين. إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. ولو أرادوا الخروج أرادوا എന്നുള്ളത് നീട്ടിയേക്കും. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന ശബ്ദം വന്നാൽ أرادوا الخروج لأعدوا له عدة ولكن كره الله. ആയത്തൊന്ന് നോക്കി നോക്കി. ولكن كره الله. ബാക്കി ഒന്ന് നോക്കി നോക്കി. ഓതി നോക്കി ശരിയാകുന്നുണ്ടോ നോക്കി കൂട്ടി നോക്കി.
നിയമം നോക്കിയിട്ട് ആദ്യം കൂട്ടി വായിക്കണം. കൂട്ടി വായിക്കുമ്പോൾ പിന്നെ അവിടെ നൂനിൻ്റെ ശേഷം ബാ വന്നിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? ആ നിയമത്തോടു കൂടെ ഒന്ന് ഓതി നോക്കി. ശരിയാവുന്നില്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതി നോക്കണം. ഓതി നോക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ ഓതാൻ പറ്റാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സോട്ടെങ്കിലും ഓതി എങ്ങനെയാന്നുള്ള ഒന്ന് സങ്കല്പിക്കുക. വലാകിൻ കരിഹല്ലാഹും ബിആസഹും അവിടെ നൂന് മീമാക്കി മാറ്റണം. കരിഹല്ലാഹും, കാരണം ഇഖ്തിലാബാണ്. നൂനിന് ശേഷം ബാ വന്നു അല്ലേ? സുക്കൂണിന് നൂനിന് ശേഷം ബാ വന്നാൽ ഇഖ്തിലാബ് ചെയ്യണം. നൂൻ്റെ തൻവീൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റി മീമായി കൊടുക്കുക. അപ്പം മീമിൻ്റെ ശേഷം ബാ വന്ന എന്താ നിയമം? ഇഖ്ഫാ മറച്ചു പഠിക്കണം. കരിഹല്ലാഹും ബിആസഹും فثبطهم وقيل اقعدوا مع القاعدين ولو أرادوا الخروج لأعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين 48 لقد ابتغوا الفتنة من قبل وقلبوا لك الأمور حتى جاء الحق وظهر أمر الله وهم كارهون لقد ابتغوا الفتنة لقد ابتغوا الفتنة കുട്ടിയൊക്കെ ഇങ്ങനെ ലഖദ് ഇബ്തഗഉൽ ഫിത്നത മിൻ ഖബൽ وقلبوا لك الأمور حتى جاء الحق وظهر أمر الله وهم كارهون ومنهم من يقول ائذن لي ولا تفتني ومنهم من يقول ائذن لي ولا تفتني ومنهم من يقول ائذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين ومنهم من يقول إذا غمم بغنيان من يقول ذلي അവിടെ കൂട്ടി വയ്ക്കുക ദല്ലി അവിടെ നൂനേഷൻ ലാമ വന്നു എന്ത് ചെയ്യണം ഇദ്ഗാമും ബിലാവ് തന്നെയാണ് നൂനേഷൻ ലാമ വന്നാൽ എന്ത് ചെയ്യുക നൂനിന് ലാമിന് കൊടുക്കുക നൂന് അവിടെ പറയാൻ തന്നെ പാടില്ല من يقول ذلي ولا تفتني നിർത്തി അവിടെ നിർത്തുന്നില്ലെങ്കിൽ മദ് വരും ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد
قد أخذنا أمرنا من قبل ويتولوا وهم فرحون إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد أخذنا أمرنا من قبل ويتولوا وهم فرحون يتولوا وهم فرحون മണിക്കണ്ട കൂട്ടി യോജിപ്പിച്ചാൽ മതി. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل هل تربصون بنا إلا إحدى الحسنين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون قل هل تربصون بنا إلا إحدى الحسنين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون قل أنفقوا طوعا أو كرها لن يتقبل منكم إنكم كنتم قوما فاسقين قل أنفقوا طوعا أو كرها لن يتقبل منكم إنكم كنتم قوما فاسقين 54-ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ വരണം. وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون ويحلفون بالله إنهم لمنكم وما هم منكم ولكنهم قوم يفرقون
لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمحون حأر لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمحون ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون إن شاء الله നമുക്ക് ഒരു തവണയും കൂടി ഓതി നോക്കാം أعوذ بالله من الشيطان الرجيم إنما النسيء زيادة في الكفر يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطعوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون
لو كان عرضا قريبا وسفرا قاصدا لاتبعوك ولكن بعدت عليهم الشقة وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون عفى الله عنك لما أذنت لهم حتى يتبين لك الذين صدقوا وتعلم الكاذبين لا يستأذنك الذين يؤمنون بالله واليوم الآخر أن يجاهدوا بأموالهم وأنفسهم والله عليم بالمتقين إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون ولو أرادوا الخروج لأعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين لقد ابتغوا الفتنة من قبل وقلبوا لك الأمور حتى جاء الحق وظهر أمر الله وهم كارهون ومنهم من يقول ائذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد أخذنا أمرنا من قبل ويتولوا وهم فرحون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل هل تربصون بنا إلا إحدى الحسنين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون قل أنفقوا طوعا أو كرها لن يتقبل منكم إنكم كنتم قوما فاسقين وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا
إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون ويحلفون بالله إنهم لمنكم وما هم منكم ولكنهم قوم يفرقون لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم يجمحون ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. റഹ്മാനെ റബ്ബെ അവരുടെ നമ്മുടെയൊക്കെ ആഖിബത്ത് അല്ലാഹുവേ നീ നന്നാക്കി തരണേ. റഹ്മാനെ അവസാനം ഈമാൻ കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മഹാന്മാരോടുകൂടെ റഹ്മാനെ റബ്ബെ അവരെ എങ്ങനെയാണോ മൗത്തായത് അവരെ പോലെ റഹ്മാനെ റബ്ബെ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ മൗത്താക്കണേ. റഹ്മാനെ ഞങ്ങളെയും നീ മൗത്താക്കണേ. റഹ്മാനെ നല്ല മഈശത്ത് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ മഈശത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കി തരണേ. റഹ്മാനെ ഈ മഈശത്തിൽ നീ ബറക്കത്ത് നൽകണം. റഹ്മാനെ വീട്ടിൽ കുടുംബത്തിലെ മക്കളിൽ ആരോഗ്യത്തിൽ ഇബാദത്തുകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യാൻ പോകുന്നതിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലും പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവർ റഹ്മാനെ റബ്ബെ എല്ലാവരെയും നീ ഏറ്റെടുക്കണം. റഹ്മാനെ എല്ലാവരും ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ റബ്ബെ മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാൻ. ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും നീ റാഹത്തിലായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണം. റഹ്മാൻ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകുന്നവരുണ്ട്. റഹ്മാനെ റബ്ബെ മുഴുവൻ ആളുകളെ നീ ഏറ്റെടുക്കണം. റഹ്മാനെ നീ റാഹത്ത് കൊടുക്കണം. റഹ്മാനെ സന്തോഷം കൊടുക്കണം. റഹ്മാനെ പൂർണ്ണ ഈമാനിലായിക്കൊണ്ട് തഖ്വയിലായിക്കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ റാഹത്തോടുകൂടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകണം. റഹ്മാൻ ഞങ്ങൾക്കും വരുന്ന വർഷങ്ങളിലായിട്ട് പോകാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം, അതിനുള്ള സാമ്പത്തിക ശേഷി റഹ്മാനെ റബ്ബെ അതിൻ്റെ എല്ലാവിധ വഴികളും നീ തുറന്നു നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ ഞങ്ങളെ ആഖിബത്തിൽ നന്നാക്കി തരണം. റഹ്മാനെ ഞങ്ങൾ ഓതിയ ഖിറാഅത്തിന് സ്വീകരിക്കും അർഹമായ പ്രതിഫലം നൽകുകയും മിസ്ലു സവാബിനെ ഞങ്ങളിൽ നിന്ന് മൗത്തായവരെ എല്ലാവിധ മഹത്തുക്കൾ മഹാരഥന്മാരായ മുഴുവൻ അംബിയ മുർസലീങ്ങൾ ഔലിയാക്കൾ സ്വഹലീങ്ങൾ ശുഹദാക്കൾ റഹ്മാനെ റബ്ബെ എല്ലാവരുടെയും ഹദറാത്തിലേക്ക് എത്തിക്കണം. റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളെ മാതാപിതാക്കൾ റഹ്മാനെ റബ്ബെ സഹോദരി സഹോദരന്മാർ ഭാര്യ ഭർത്താക്കന്മാർ
ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, റഹ്മാനെ റബ്ബെ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, സഹകരിച്ചവർ റഹ്മാനെ റബ്ബെ, ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ട് അവരൊക്കെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നീ ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പറയപ്പെട്ടവരുടെയും രോഗങ്ങൾ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. എല്ലാവിധ മാറാവേദ രോഗത്തൊട്ട് നീ കാക്കണ റഹ്മാനെ. വന്ന രോഗങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് സന്തോഷം ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. വന്ന മുസീബത്തുകൾ, പ്രയാസങ്ങൾ, ഹാസ്യങ്ങൾ, ഹസദിൽ നിന്ന്, സാഹചര്യങ്ങൾ, സീറിൽ നിന്ന്, മക്കീര്യങ്ങൾ, മക്കറിൽ നിന്ന് റഹ്മാനെ റബ്ബെ, എല്ലാവരും അയിനിൽ നിന്നൊക്കെ നീ കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളെ വീടിനെയും വീട്ടുകാരെയും റഹ്മാനെ റബ്ബെ, കൂട്ടുകാരെയും റഹ്മാനെ റബ്ബെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ലോകത്തിന് മുഴുവനും സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ശാന്തമായ അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ജോലിയില്ലാത്തവർ വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ, വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ, ഓരോ ശിഫയാകാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. അനുയോജ്യമായ എല്ലാം ഇനി ഹൈറായത് നൽകി എത്തിച്ചു കൊടുക്കണ റഹ്മാനെ, എത്തിച്ചു കൊടുക്കണ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ, അവരൊക്കെ പ്രയാസങ്ങളിൽ നീക്ക് സന്തോഷത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.